നമസ്കാരം. ഞാൻ രാജൻ വടക്കേക്കുടി. നമുക്കിന്ന് ഒരു തറവാടിത്തമുള്ള കറി ഉണ്ടാക്കാം. പണ്ടുകാലം മുതലേ കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല കറി. 101 കൂട്ടം കറിക്ക് സമമാണെന്ന് പഴമൊഴി പറയുന്ന ഒരു കറി. ടേസ്റ്റിയാണ്. ഉണ്ടാക്കാൻ ഒരല്പം സമയമൊക്കെ വേണം കേട്ടോ. അങ്ങനെയുള്ളൊരു കറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഇഞ്ചിക്കറി. അപ്പോൾ ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നു, എന്താണ് ഇഞ്ചിക്കറിയുടെ ടേസ്റ്റ്, എന്തിനാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇഞ്ചിക്കറിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇവിടെ എടുത്തു വച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് വേണ്ടത് ഇഞ്ചിയാണ്. 1/4 കിലോ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. 1/4 കിലോ ഇഞ്ചി, ഒരു മീഡിയം തേങ്ങ നല്ല വിളഞ്ഞ തേങ്ങ ആയിരിക്കണം, കണ്ണ് കറുത്ത തേങ്ങ ആയിരിക്കണം. അതുപോലെ മല്ലി ഒരു 3 സ്പൂൺ എടുത്ത് വച്ചിട്ടുണ്ട്, മുഴുത്ത മല്ലി ആട്ടോ. അതുപോലെ കാശ്മീരി ചില്ലി ഒരു 3 മുളക്, അതുപോലെ നാടൻ ചില്ലി 3 മുളക്. അപ്പോൾ ഈ കാശ്മീരി ചില്ലിയും നാടൻ മുളകും കൂടി രണ്ടും കൂടി ചേർന്ന് വന്നാൽ 10 ഗ്രാമേ ഉള്ളൂ കേട്ടോ. അതുപോലെ മല്ലിയും 10 ഗ്രാമേ ഉള്ളൂ. തേങ്ങ ഞാൻ പറഞ്ഞു മീഡിയം തേങ്ങ. ഇഞ്ചി 1/4 കിലോ. ഇനി നമുക്കിതിനകത്ത് വേണ്ടത് വെളിച്ചെണ്ണയാണ്. അതുപോലെ കടുക്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂടി മതി. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമുണ്ട്, വാളംപുളി. ഒരു മുഴുത്ത നെല്ലിക്കയുടെ അത്രയും വലിപ്പം ഉള്ള വാളംപുളിയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ 1 സ്പൂൺ പഞ്ചസാര, അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ശർക്കരയാണ് വേണ്ടത്. അപ്പം നമുക്ക് ഇഞ്ചി ഒന്ന് ചിരണ്ടിയെടുത്ത് നന്നായിട്ട് കഴുകി നന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഈ ഇഞ്ചി നമുക്ക് വറുത്തെടുക്കേണ്ടതാണ്. അപ്പോൾ അരിയുമ്പോഴും നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാനുണ്ട്. അത് നമുക്ക് വഴിയെ കാണാം. അപ്പം നമുക്ക് ആരംഭിക്കാം. കുറച്ച് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിക്കുന്നത്. കുറച്ചേ ഒഴിച്ചുള്ളൂ. ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണ അത്രേ ഒഴിച്ചിട്ടുള്ളൂ. ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വേണം കേട്ടോ ഇത് വറുത്തെടുക്കാനായിട്ട്, അല്ലെങ്കിൽ ഉരുളിയുടെ അടിയിൽ പിടിക്കും, കരിഞ്ഞു പോകും. നമ്മുടെ തേങ്ങയും മുളകും കറിവേപ്പിലയും മല്ലിയുമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. മല്ലി എന്നാലും വെളുത്തായിരിക്കുന്നത്. ഇത്രയും ചുമന്നില്ലെങ്കിൽ കറി വെളുത്തിരിക്കും. ഇഞ്ചിക്കറി വെളുത്തിരുന്നാൽ വലിയ പോരായ്മയാണ്. ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിക്കറി വെളുത്തിരുന്നാൽ ഇഞ്ചിക്കറി ആവില്ല. അതുകൊണ്ടാണ് ഇത്രയും മൂപ്പിച്ച് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് ഇനി നന്നായിട്ട് അരച്ചിങ്ങെടുത്ത് കഴിഞ്ഞാൽ കറി നല്ല സൂപ്പറായിരിക്കും. അടുത്തതായിട്ട് നമുക്ക് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചി അരിഞ്ഞേക്കണം കേട്ടോ. നന്നായിട്ട് ഒരേ മേനിക്ക് കനം വരത്തക്ക രീതിയിലാണ് ഇഞ്ചി അരിഞ്ഞേക്കണത്. അല്ലെങ്കിൽ ഉണക്കിൽ വ്യത്യാസം വരും. അതുകൊണ്ടാണ് ഇഞ്ചി അരിയുമ്പോൾ സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞത്.
ഇഞ്ചി നമ്മൾ നല്ല മൂപ്പിൽ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പയ്യെ ഒന്ന് ചൂടാറുമ്പോൾ മിക്സിക്കകത്ത് ഇട്ട് പയ്യെ ഒന്ന് നുറുക്കിയെടുക്കണം. ഒരുപാട് പൊടിഞ്ഞു പോകരുത് കേട്ടോ. ഒരുപാട് പൊടിഞ്ഞു പോയാൽ കറിക്ക് ഒരു രസം ഉണ്ടാവില്ല. അപ്പം നമുക്കിത് കോരിയെടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പ് നന്നായിട്ട് വെള്ളം ചേർക്കാതെ എണ്ണ തെളിച്ച് അരച്ചതാണ്. നല്ല കളറാണല്ലോ. ഇഞ്ചി പൊടിച്ചെടുത്തതാണ്. എന്നാൽ നമുക്ക് ആരംഭിച്ചാലോ. ആ ഉരുളി കഴിയണമെന്നില്ല. ആ ഉരുളി ഇഞ്ചി വറുത്ത് വെച്ച ഉരുളിയാണ്. അതിനകത്ത് ഒരു 10 മില്ലി എണ്ണയും കൂടെ അങ്ങ് ഒഴിച്ചാൽ മതി. ധാരാളം മതിയാവും. കാരണം ഒരു തേങ്ങയുടെ എണ്ണയുണ്ട്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചായിരുന്നു. മൊത്തം 4-5 സ്പൂൺ എണ്ണ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ ആവശ്യമില്ലല്ലോ. എണ്ണ ചൂടായെന്ന് തോന്നുന്നു. അല്പം കടുകിട്ട് കൊടുക്കാം. മൂന്ന് വറ്റൽമുളക് മുറിച്ചതാണ് ഇട്ട് കൊടുക്കാം. കറിവേപ്പില, മുളക് മൂത്തിട്ടുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടി, പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുക്കാം. മിക്സി കഴുകിയ വെള്ളമാണ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വറുത്ത് വെച്ചിരിക്കുന്നതാണ് ചേർത്ത് കൊടുക്കാം. വെള്ളം കുറവാണ്. നമുക്ക് ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ചൂടുവെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇന്ന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. അല്പം ശർക്കരയേ ഉള്ളൂ. പാകത്തിന് മധുരം മതി. ഒരുപാട് മധുരം ഇവിടെ ആവശ്യമില്ല. ചേർത്ത് കൊടുക്കാം. ഇത് കണ്ടില്ലേ, പാകത്തിന് കൊഴുപ്പായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ അതാണ് നമ്മൾ ഈ ഇഞ്ചിക്കറിയുടെ ഒരു പ്രത്യേകത. ഈ ഇഞ്ചി കഷ്ണമെല്ലാം നന്നായിട്ട് കുതിർന്നു വരുമ്പോൾ ഈ കറിക്ക് കൊഴുപ്പ് വീണ്ടും വീണ്ടും കൂടും. ഇപ്പം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരല്പം പകർന്നെടുത്ത് നോക്കാം. ഇത് കണ്ടോ, നമ്മുടെ ഇഞ്ചിക്കറിയുടെ കളർ കണ്ടോ? ഇതാണ് ശരിക്കുമുള്ള കളറെന്ന് പറയുന്നത്. കളറുണ്ട്, കൊഴുപ്പുണ്ട്, മധുരമുണ്ട്, പാകത്തിന് എരിവ്, പാകത്തിന് ഉപ്പ്, അങ്ങനെ എല്ലാം കൊണ്ടും സമ്പുഷ്ടമായ ഇതുണ്ടോ നമ്മുടെ ഇഞ്ചിക്കറിയുടെ കൊഴുപ്പുണ്ടോ? നല്ല കൊഴുപ്പാണ്. ഇത് ഇനിയും കൊഴുക്കും. കറി ഇരിക്കും തോറും കൊഴുത്തു വരും.
അതുകൊണ്ട് ഒരല്പം ലൂസായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നതെങ്കിലും ഈ കറി കൊഴുത്തു വരും. ഇതിൻ്റെ കഷ്ണമെന്ന് പറയുന്നത് ആ ഇഞ്ചി ചതച്ചിട്ടിരിക്കുന്നതാണ് ഇതിൻ്റെ കഷ്ണം. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന മുളക് കാശ്മീരി മുളകാണ്. എരിവ് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് ചേർത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയാലോ. സൂപ്പർ കറി കേട്ടോ. മധുരമാണ്, പാകത്തിന് മധുരമുള്ളൂ, പുളി കൂടുതലായിട്ടില്ല. അതുപോലെ തന്നെ എരിവ് ഒട്ടും തന്നെ ഇല്ല. എന്നാൽ കാശ്മീരി മുളകും നാടൻ മുളകും ചേർത്തിട്ടുണ്ടെങ്കിലും പാകത്തിനുള്ള എരിവേ ഉള്ളൂ. ഈ കറിക്ക് ഇതിൽ കൂടുതൽ എരിവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇഞ്ചിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കുവാൻ കഴിയും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.